പ്രദീപ്, എനിക്ക് തോന്നുന്നത് ഇനിയും നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ എടുക്കണം. അവിടെയുള്ള ആളുകളുടെ പ്രതികരണം, ആ വീട്ടിലുണ്ടായിരുന്നവരുടെ പ്രതികരണം മാത്രമല്ല, പഞ്ചായത്ത് അംഗം വന്ന് കണ്ടുപോയതിനു ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. റവന്യൂ അധികൃതർ ആരും തന്നെ ആ മേഖലയിലേക്ക് വന്നിട്ടില്ല. ഒരു വീട് തകർന്ന് ആളുകൾ പെരുവഴിയിൽ നിൽക്കുന്ന സമയത്തും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ആരും തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ്. പ്രദീപ്, അവരുടെ പ്രതികരണങ്ങൾ ഇനിയും വേണം. ജി കെ ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോടെ ചേട്ടാ, നിങ്ങൾ ഈ അപകടം അറിഞ്ഞ ഉടനെ ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ അപ്പം കണക്ക് വിളിച്ചിട്ട് ഞാൻ പഞ്ചായത്തിലുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വന്നിട്ട് വേണ്ടിയ സംഗതിയെല്ലാം ചെയ്യാത്തിൻ്റെ പിന്നെ വില്ലേജിക്കെല്ലാം വിളിച്ച് വില്ലേജ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വാണില്ല, ഞങ്ങൾ വന്നിട്ട് എന്നെ എസ്റ്റിമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് എയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ എന്ത് നഷ്ടം സംഭവിക്കുന്നതിൽ ഞങ്ങൾ കണക്കാക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മളിപ്പോൾ ഗ്രാമസഭയിലൊക്കെ കഴിഞ്ഞത്, അപ്പോൾ വീട് മാട് റിപ്പയറിങ്ങിൻ്റെ ഒരു ഫണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സംഭവിക്കാൻ വേണ്ടി കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ആ ഫോം അപ്ലൈ ആക്കിയിട്ട് മേങ്ങിയിട്ട് അത് സബ്മിറ്റ് ആക്കിയിട്ടുണ്ട് പഞ്ചായത്തിൽ. അതിൻ്റെ വർക്ക് ഒരു മാസം 1.5 മാസം മുമ്പ് ഇതിൻ്റെ വീട് റിപ്പയറിങ്ങിൻ്റെത് അത് വരും. പിന്നെ ഇപ്പോൾ അഡീഷണലായിട്ട് ഇപ്പോൾ വില്ലേജിൽ നിന്ന് കിട്ടുന്ന അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നലെ വീണപ്പന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് തയ്യാറാക്കി കിട്ടിയോ? ഇല്ല, അത് വില്ലേജിൽ നിന്ന് അവിടെ ഒരു പെൻഡിങ് വെച്ചിട്ടുണ്ട്. പെൻഡിങ് അല്ല, ഇവർ അപ്ലൈ എന്തോ ചെയ്യാനുണ്ട്, അയക്കാത്തത് കൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല. വാഹനമില്ലാന്ന് പറഞ്ഞ് 24 മണിക്കൂറായിട്ടും ഒരു കുടുംബം, ഒരു ദളിത് കുടുംബമാണ് ഇങ്ങനെ കഴിയുന്നത്. അവർക്ക് പോകാനൊരു സ്ഥലമില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? അതെ, നമ്മൾ വില്ലേജ് ഓഫീസർ വന്നിട്ട് അവർ വാഹനമില്ലാന്ന് പറഞ്ഞ്, അപ്പോൾ ഇവർ പിന്നെ നമ്മളിങ്ങനെ ഇത് വേറെ താമസിക്കണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ് താമസിക്കാനുള്ള സൗകര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് വേണ്ടിയാലും നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരു നടപടി ഉണ്ടോ? അത് അതിന് ശ്രമം നടത്തുന്നുണ്ട്. എന്ത് വേണ്ടിയതനുസരിച്ച് അയാളായിട്ട്. പ്രദീപ്, എത്രയും പെട്ടെന്ന് വേണ്ടത് അവരുടെ പുനരധിവാസമാണ്. അവരെ പെട്ടെന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കങ്ങളാണ് വേണ്ടത്. അത് പഞ്ചായത്ത് അംഗം ഉറപ്പ് നൽകുന്നുണ്ടോ പ്രദീപ്? അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആ പഞ്ചായത്ത് അംഗം പറയുന്നത്. അവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കാൻ ഒരു പുനരധിവാസം ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും ഗൗരവമായൊരു കാര്യം, ഇന്നലെ ഈ സംഭവം നടന്ന് പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തുന്നു, വില്ലേജ് അധികൃതർ അറിയിക്കുന്നു. പക്ഷേ എഇയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞ ആ വില്ലേജ് അധികൃതർ പക്ഷേ ഈ സമയം വരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ ബന്ധുവായ ആൾ, ഞാനൊരു ദളിത് ആക്ടിവിസ്റ്റാണ്. ഞാൻ കാസർഗോഡ് ദളിതർക്ക് ദളിതർ ഉന്നമനത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ്. വിഷയത്തിലൂടെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പോയത്. ഇവൻ വിളിച്ചു പറഞ്ഞു രാവിലെ, രാജേട്ടൻ എൻ്റെ വീട് ഇങ്ങനെ ആയിട്ടുണ്ട്, ഇതുവരെ ആരും വന്നില്ല എന്ന്. ഞാൻ ആദ്യം പോയി പഞ്ചായത്ത് ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം റിപ്പോർട്ടെല്ലാം അയച്ചു. അത് ഞാൻ ഡയറക്റ്റ് പഞ്ചായത്ത് ഓഫീസിൽ, പഞ്ചായത്ത് പറഞ്ഞു ഇല്ല, റിപ്പോർട്ട് വന്നില്ല എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും പാവപ്പെട്ട പന്ത് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിപ്പിക്കുന്നില്ല. ഇതുവരെ അവരെ ഫയൽ നീങ്ങിയിട്ടില്ല. ഇതുവരെ ഇവിടെ ആരും സന്ദർശിച്ചിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല സാമൂഹിക പ്രവർത്തനം ഇദ്ദേഹത്തില്ല, എന്ത് വരാത്തെന്ന് ആൾക്കറിയില്ല. പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്നിരുന്നു. അത് ഇവർക്ക് സംരക്ഷണം ഇവർ കൊടുത്തില്ലെങ്കിൽ ദളിത് സമൂഹം ഇവർക്ക് സംരക്ഷണം കൊടുക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരിക്കും. എന്തായാലും ഒരു പുനരധിവാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ ഉള്ള ഒരു കാര്യം. കാരണം പഞ്ചായത്ത് മെമ്പർ അത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നുണ്ട്. റവന്യൂ അധികൃതർ ഉൾപ്പെടെ ഇവിടെ എത്തി എത്രയും പെട്ടെന്ന് ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കനത്ത മഴയിൽ കാസർഗോഡ് കുമ്പളയിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന 10 അംഗങ്ങൾ, അതിൽ ഒരു കുഞ്ഞ് ഉണ്ട്. അവരെവിടെ പോകണമെന്നറിയാതെ പുറത്തു നിൽക്കുകയാണ്. പഞ്ചായത്ത് അംഗം വന്ന് അവരെ ആശ്വസിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ചിരിയയിലെ ഉന്നതിയിലാണ് ഭാഗീരഥിയുടെ വീടാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അവർക്ക് ദളിത് സംഘടനകൾ സംരക്ഷണം നൽകുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.